ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറൈസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പൊട്ടാറ്റോയും എഗ്ഗും വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നല്ല ക്രിസ്പിയാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ പിന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടാറ്റോ സ്ലൈസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ചെറിയ ഉരുളക്കിഴങ്ങായ കാരണം ഞാൻ 5 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 3 മതിയാവും. ഇനി നമുക്ക് ആദ്യം ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ പ്രഷർ കുക്കറിലാണ് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി കുക്കറിൽ വേണമെങ്കിലും ഇത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ വെക്കുകയാണ്. വിസിലിടാതെയാണ് ഞാനിവിടെ സ്റ്റീം ചെയ്യാൻ വെക്കുന്നത്. വിസിലിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് അങ്ങനെ ഒരു 15 മിനിറ്റോളം സ്റ്റീമായി വരട്ടെ. ഇപ്പോൾ ഇത് സ്റ്റീമെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫോർക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. അപ്പോൾ ചൂടാറുന്നതിന് മുന്നേ നമുക്കിതിൽ മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലുള്ളൊരു സ്മാഷർ വെച്ചിട്ട് ഈ പൊട്ടാറ്റോ എഗ്ഗ് എല്ലാം നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഉരുളക്കിഴങ്ങെല്ലാം ഇപ്പോൾ നല്ലപോലെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതിയാകും. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓമമാണ്. അതിനുശേഷം കുറച്ച് ഗരം മസാല കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ചാറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമുക്ക് വെറും ഉപ്പും മുളക് പൊടി മാത്രം വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗരം മസാലയും ചാറ്റ് പൗഡറെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ അരിമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദാമാവും ചേർക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് വാട്ടറി ആവാനും പാടില്ല, കട്ടിയാവാനും പാടില്ല. അത് ഇതുപോലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ മാവ് ഇവിടെ ഉണ്ടാവാൻ. ഇനി നമുക്ക് മുറുക്കൊക്കെ പ്രസ് ചെയ്യുന്ന ചില്ല് എടുക്കാം. ഞാനിവിടെ 3 ഹോളുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മാവെല്ലാം ഈ പ്രസ്സിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് മുറുക്ക് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സ്നാക്ക് ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതുപോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മാഷ് ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.